നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ, ക്രിസ്മസ് പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. എന്നു മുതലായിരിക്കും വിതരണം തുടങ്ങുക, ആർക്കെല്ലാമാണ് 2000 രൂപ ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. നമുക്കറിയാം, കഴിഞ്ഞ മാസം മുതൽ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം അതിനനുസരിച്ച് തന്നെ 3600 രൂപ നമുക്ക് ലഭിച്ചു. അതോടുകൂടി തന്നെ ഇപ്പോഴുള്ള കുടിശ്ശികയെല്ലാം ഇപ്പോൾ തന്നെ കൊടുത്തു തീർത്തിട്ടുണ്ട്. നമുക്കറിയാം, ഇനി പഞ്ചായത്ത് ഇലക്ഷന് വളരെ കുറച്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ മാസം 15-ാം തീയതി ആയിരിക്കും നമുക്ക് പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ക്രിസ്മസിന് മുമ്പ് തന്നെ പെൻഷൻ കൈകളിലെത്തും. പഞ്ചായത്ത് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നമുക്ക് പണം നൽകാൻ സാധിക്കുകയില്ല എന്നാണ് സർക്കാർ അറിയിക്കുന്നത്. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് ഡിസംബർ 15-ന് മുമ്പ് തന്നെ പണം അവരുടെ അക്കൗണ്ടിൽ എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാർ കാര്യങ്ങൾ നീക്കുന്നത്. അതിൻ്റെ പ്രാരംഭ നടപടികൾ നാളെ മുതൽ തന്നെ തുടങ്ങുകയാണ്. കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ച എല്ലാ ആളുകൾക്കും ഈ ഒരു മാസവും പെൻഷൻ ലഭിക്കും. ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ പെൻഷനൊന്നും കഴിഞ്ഞ മാസം ആരെയും ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നാണ് സർക്കാർ കണക്കാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അടുത്ത മാസങ്ങളിൽ ഒരു പെൻഷൻ ഓഡിറ്റ് ഉണ്ടായിരിക്കും. അനർഹമായിട്ട് ആരെല്ലാമാണ് പെൻഷൻ കൈപ്പറ്റുന്നതെന്ന് സർക്കാർ കണ്ടെത്തി അവരെല്ലാം പെൻഷൻ ഒഴിവാക്കുകയും ചെയ്യും. നിങ്ങൾ 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ സ്വന്തമായി വാഹനമുള്ള ആളുകൾ, വീട്ടിൽ AC മറ്റ് സൗകര്യമുള്ള ആളുകൾ എന്നിങ്ങനെ പല കാറ്റഗറിയായി തിരിച്ചവരെല്ലാം പെൻഷൻ ഒഴിവാക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പെൻഷൻ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ പെൻഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ വീണ്ടും മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരമുണ്ട്. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ മസ്റ്ററിങ്ങിന് വേണ്ടി തുറന്നിരിക്കും. അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർക്കും ഈ ഒരു ആനുകൂല്യങ്ങൾ ഇപ്പോൾ സത്യവാങ്മൂലം നൽകാത്ത ആളുകൾക്ക് മുടങ്ങിയിട്ടുണ്ട്. അവർ നിർബന്ധമായിട്ടും എല്ലാ വർഷവും നൽകേണ്ട സത്യാമൂലമുണ്ട്. വീണ്ടും വിവാഹിതയായിട്ടില്ല എന്നുള്ള സത്യാമൂലം അത് നൽകാത്ത ആളുകൾക്ക് ഇപ്പോൾ അവസരമുണ്ട്. അവരും ഈ സത്യാമൂലം നൽകുക. നമ്മുടെ ചാനൽ ഒരുപാട് ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ വരാറുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, നമുക്ക് സ്വന്തമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കുള്ള സംശയമാണ്, അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം രേഖകളായിരിക്കും അവിടെ കൊണ്ടുപോകേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായി ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെ പല സംശയങ്ങളും കൂട്ടുകാർക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ പേഴ്സണൽ വാട്സപ്പുമായി ബന്ധപ്പെടാൻ സാധിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാസം 29 രൂപ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിച്ചു. അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. നമ്മൾ അറിയുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിൽ മറുപടി നൽകും. അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ എന്തെല്ലാം രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത്, അതുപോലെ തന്നെ സ്വന്തമായി ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഹാജരാക്കണം, SIRമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വേണ്ടി കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.